RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം PTC അഥവാ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റിലേകളെ പറ്റിയാണ്. ഇവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു സീൽഡ് കംപ്രസറിലെ മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സീൽഡ് കംപ്രസറുകൾക്ക് പുറമെ 3 ടെർമിനലുകളും കൂടാതെ അകത്ത് 2 വൈൻഡിങ്ങുകളുമാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ വൈൻഡിങ്ങിനെ മെയിൻ വൈൻഡിങ് അതല്ലെങ്കിൽ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയും. രണ്ടാമത്തെ വൈൻഡിങ്ങിനെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയും. ഈ മോട്ടോർ സ്റ്റാർട്ട് ആവണമെങ്കിൽ അതിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കും റണ്ണിങ് വൈൻഡിങ്ങിലേക്കും നമ്മൾ ഒരേ സമയത്ത് പവർ സപ്ലൈ കടത്തിവിടണം. എങ്കിൽ മാത്രമേ ഈ മോട്ടർ സ്റ്റാർട്ട് ആകുകയുള്ളൂ. പക്ഷേ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത് കളയുകയും വേണം. കംപ്രസറിന് 2 വൈൻഡിങ്ങുകളുണ്ടെന്ന് മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ സിയുടെയും എമ്മിൻ്റെയും ഇടയ്ക്കുള്ള വൈൻഡിങ്ങിനെയാണ് നമ്മൾ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയുന്നത്. സിയുടെയും എസിൻ്റെയും ഇടയ്ക്കുള്ള വൈൻഡിങ്ങിനെയാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ഒരു കോമൺ പോയിൻ്റ് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും കൂടി ചേരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ കംപ്രസറിൻ്റെ 3 ടെർമിനലുകളിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലും റണ്ണിങ് വൈൻഡിങ്ങിലുമാണ് നമ്മൾ റിലേ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിലേ ഈ റണ്ണിങ് വൈൻഡിങ്ങിലേക്കും കൂടാതെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കും ഒരേ സമയത്ത് വൈദ്യുതി കടത്തിവിട്ട് കംപ്രസർ മോട്ടർ സ്റ്റാർട്ടായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കുള്ള പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത് കളയും. പലതരത്തിലുള്ള റിലേകൾ കംപ്രസറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി PTC റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള PTC റിലേ ആണ്. ഇപ്പോൾ ഇതൊരു കുറച്ച് പഴയ ഒരു റിലേ ആണ്. ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ വലതുഭാഗത്തായിട്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെർമിനൽ കാണാം. അപ്പോൾ അതിൻ്റെ മറുവശത്ത് 2 ഹോളുകൾ കാണാം. അപ്പോൾ അതിൽ ടെർമിനലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോളിലാണ് നമ്മൾ മെയിൻ വൈൻഡിങ് അല്ലെങ്കിൽ റണ്ണിങ് വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു ഹോളുണ്ട്. ആ ഹോളിലേക്കാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ റിലേ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ റിലേയുടെ 2 സൈഡിലായിട്ട് 2 ലോക്കുകളുണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആക്കാൻ സാധിക്കും. അപ്പോൾ ഊരി കഴിയുമ്പോൾ അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഡിസ്ക് പോലുള്ളൊരു ഭാഗം ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഡിസ്കിനെയാണ് നമ്മൾ PTC മെറ്റീരിയൽ എന്ന് പറയുന്നത്. PTC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്നാണ് അർത്ഥം. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നോർമൽ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് കുറവാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ക്ലാം മീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണെന്ന് കാണാം. അപ്പോൾ ഇവിടെ ക്ലാം മീറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം കൂടും. അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് 0 ആവും. അപ്പോൾ ഈ PTC മെറ്റീരിയലാണ് ഈ റിലേക്കുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കംപ്രസറിൻ്റെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കംപ്രസർ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഡിസ്കണക്ട് ചെയ്ത് കളയുന്നത്. പക്ഷേ ആ സമയത്ത് റണ്ണിങ് വൈൻഡിങ് അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അഴിച്ച ആ PTC റിലേ വീണ്ടും തിരിച്ച് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നും കൂടെ നോക്കാം. അപ്പോൾ ഡിജിറ്റൽ ക്ലാം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി എന്ന ഫംഗ്ഷൻ ഇട്ടിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം റിലേയുടെ വലതുവശത്ത് മോള് ഭാഗത്തുള്ള ആ ഇലക്ട്രിക്കൽ കണക്ടറിൽ ഒരു പ്രോബ് കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോളിൽ മറ്റേ പ്രോബ് കണക്ട് ചെയ്യുക. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റണ്ണിങ് വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷൻ ഓക്കെ ആണെന്നാണ്. ഇനി അതിനുശേഷം അതിൻ്റെ അപ്പുറത്തുള്ള ഹോളിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഇതുപോലെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷനും ഓക്കെ ആണെന്നാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നേരത്തെ കാണിച്ച പോലെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ PTC മെറ്റീരിയലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഈ റിലേ വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള PTC റിലേ നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന PTC റിലേയിൽ 2 കണക്ഷൻ എക്സ്ട്രാ ഉണ്ട്. മൊത്തത്തിൽ 3 കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും മുകളിലുള്ള കണക്ഷനിലാണ് നമ്മൾ ഇതിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോളിലാണ് R ടെർമിനൽ അല്ലെങ്കിൽ റണ്ണിങ് വൈൻഡിങ്ങിലേക്കുള്ള ടെർമിനൽ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ള ഹോളിലാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കുള്ള ടെർമിനൽ കണക്ട് ചെയ്യുന്നത്. ഇനി വലതുവശത്ത് താഴെയും ഇടതുവശത്ത് താഴെയുമുള്ള 2 കണക്ഷനിലാണ് ഇതിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ ചില റെഫ്രിജറേറ്ററുകളിലും ഡീപ് ഫ്രീസറിലും ഒക്കെയാണ് അങ്ങനത്തെ ടൈപ്പ് വയറിങ് വരുന്നത്. ഇനി അതിൻ്റെ ഇടതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു കണക്ഷൻ പോലെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ക്ലിപ്പുകളൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ്. ഇനി നമ്മളിത് കംപ്രസറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം മുകളിലേക്ക് വരത്തക്ക വിധമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാമീറ്ററിൽ കണ്ടിന്യൂറ്റി ഫംഗ്ഷനാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് റിലേയുടെ വലതുവശത്ത് മുകൾ ഭാഗത്തുള്ള ആ പോയിന്റിലും കൂടാതെ റണ്ണിങ് മൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഹോളിലും കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണക്ഷൻ ഓക്കെയാണ്. ഇനി അടുത്തതായിട്ട് അതേ ടെർമിനലും സ്റ്റാർട്ടിംഗ് മൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ഹോളിലും തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടെർമിനലിലേക്കുള്ള കണക്ഷനും ഓക്കെയാണ്. ഈ വീഡിയോയുടെ ആദ്യം നമ്മളൊരു PT റിലേ അഴിച്ച് പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിൽ റിലേയുടെ വലതുഭാഗത്തുള്ള 2 ടെർമിനലിലും ഒറ്റ കണക്ഷനിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ റിലേയുടെ ഇടതുഭാഗത്തുള്ള 2 ടെർമിനലിലും ഒറ്റ കണക്ഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഇത് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി ചില ടൈപ്പ് PTC റിലേകളിൽ ഇതുപോലെ 4 കണക്ഷൻസ് കാണും. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ CSR വയറിങ്ങുള്ള ഉപകരണങ്ങളിലാണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും റണ്ണിങ് കപ്പാസിറ്ററും ഉണ്ടാവും. അപ്പോൾ അതിൽ 4 കണക്ഷൻസാണ് ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉള്ള റിലേകൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ PTC റിലേകളെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ ഫീൽഡിലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.